മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള അഭേദ്യമായ ഐക്യത്തിന്റെ തിരുനാളാണ് ത്രിത്വത്തിന്റെ തിരുനാള്. നാം ഓരോ പ്രാർത്ഥന തുടങ്ങുന്നതും ഓരോ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥന തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അഭേദ്യമായ ഒരു ഘടകമാണ് പരിശുദ്ധ ത്രിത്വം. നാം കാണാൻ സാധിക്കും, ഈ പരിശുദ്ധ ത്രിത്വം വരുന്ന വളരെ വലിയൊരു ഐക്യമാണ്. അത് ഒരു ഐക്യത്തിന്റെ തിരുനാളാണ്. മനുഷ്യരെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ത്രിത്വം എന്ന മഹാരഹസ്യം മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. ഏകദൈവവും മൂന്നാളും അതിൽ സന്നിഹിതരാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു ഐക്യമാണ്. പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 8 വരെ ഭാഗങ്ങൾ നാം സീനായി ഉടമ്പടിയെ പറ്റി വായിക്കുന്നുണ്ട്. കർത്താവിന്റെ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായി തീരുവാൻ വേണ്ടി ഇസ്രായേൽക്കാരോട് എന്താണ് മോശ പറയുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് മോശ ഇസ്രായേൽക്കാരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമെന്ന്. ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ കർത്താവിന്റെ ഉടമ്പടിയിൽ എത്ര വിശ്വസ്ത പാലിക്കുന്നുണ്ട്? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ നിർവഹിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നാം ഓരോരുത്തരും വിശുദ്ധരായി തീരും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെ വചനങ്ങൾ നാം കാണുന്നത് ദൈവം എസെക്കിയേൽ പ്രവാചകന് ദൗത്യം നൽകുന്നതാണ്. വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് ദൗത്യം. ഇസ്രായേൽക്കാർ അനുസരിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, ആ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കാൻ ദൈവം കൂടെയുണ്ട് എന്ന് എസെക്കിയേൽ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ആത്മാവ് ലഭിക്കുമ്പോൾ, അല്ലെ ദൈവാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ, എസെക്കിയേൽ പ്രവാചകനെ പോലെ ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെ വചനങ്ങൾ നാം ധ്യാനിക്കുന്നത് നീതീകരണത്തിന്റെ ഫലങ്ങളെ പറ്റിയാണ്. ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം. പരിശുദ്ധാത്മാവിന്റെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതായത് പരിശുദ്ധ ത്രിത്വത്തിന് മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുകയും പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവം ക്രിസ്തുവിനോട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാ ശക്തിയാൽ നമ്മൾ നിറഞ്ഞ് അതിനെ വളരെ സുഗമമായിട്ട്, അല്ലെ വളരെ എളുപ്പത്തിൽ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. വീണ്ടും പരസ്പരം പറയുകയാണ് ചെയ്യുന്നത്, പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അങ്ങനെ ആ ക്രിസ്തു തന്റെ സ്നേഹം, പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ തന്റെ സ്നേഹം പ്രകടമാക്കി. ഈ വചനത്തിലൂടെ, ഈ വായിലൂടെ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ക്രിസ്തു പാപികളായി നമുക്ക് വേണ്ടി മരിക്കുകയും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെ നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. യേശു പിതാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും സംസാരിക്കുന്നു. എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? 1, യേശു പറഞ്ഞു, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന് പൂർണ്ണതയിലേക്ക് നയിക്കും. 2, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഈ 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നത്. സത്യത്തിന് പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിരൂപമായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ,
ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് കുരിശുമരത്തോളം കീഴ്വഴങ്ങി. പരിശുദ്ധാത്മാവെ, അങ്ങനെ ധൈര്യവും ബലവും ശക്തിയും നൽകുന്നു. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സത്യാത്മാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവരുടെ ഐക്യമാണ്, സ്നേഹമാണ്. ക്രൈസ്തവരായ ഞങ്ങൾ ഓരോരുത്തരും അതേ രീതിയിൽ ഐക്യത്തിൽ, സ്നേഹത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിശുദ്ധ ത്രിത്വത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവാര്യത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.